എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചത്. ഈ എബ്രായലേഖനം എബ്രായ ക്രിസ്ത്യാനികൾക്ക് എഴുതാനുണ്ടായ കാരണം നമ്മൾ മറന്നുപോകാതെ നമ്മുടെ ഹൃദയത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈ എബ്രായലേഖനം 11-ാം അധ്യായത്തില് അല്ലെങ്കിൽ ഹാബേൽ മുതൽ അനേക വിശ്വാസ വീരന്മാരുടെ ജീവിത അനുഭവങ്ങളെ വിവരിക്കുന്ന ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പൊ ഈ ഹാബേൽ മുതലുള്ള ദൈവത്തെ പ്രസാദിപ്പിച്ചവരുടെ ജീവിതം എന്തിനു വേണ്ടിയാണ് ഈ എബ്രായ ക്രിസ്ത്യാനികളെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്? അത് ഓർപ്പിക്കുന്നതിന്റെ കാരണം, ഇങ്ങനെ അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച ഒരു കൂട്ടര് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം എബ്രായരിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച് ക്രിസ്ത്യാനികളായി തീർന്ന അവര് ഇപ്പോൾ അനേക കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ പ്രയാസങ്ങൾ അവരുടെ സ്വന്തം മതക്കാരായ എബ്രായരിൽ നിന്ന് തന്നെ, അഥവാ ഇസ്രായേൽ മക്കളിൽ നിന്ന് തന്നെയാണ് അധികമായി അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ പ്രയാസങ്ങളും കഷ്ടങ്ങളും അനുഭവിച്ച് കടന്നുപോയ ഒരു വലിയൊരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് ഇവരെ പ്രബോധിപ്പിക്കുകയാണ്, ഇവരെ ഓർപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും യഹൂദ മതത്തിലെ ന്യായപ്രമാണം ആചരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ അതിനെല്ലാം വലിയൊരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം നോക്കിയാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ദൈവത്തെ പ്രസാദിപ്പിച്ചവരെല്ലാം കടന്നുപോയത് എന്ന കാര്യം ആണ് അപ്പോസ്തലൻ ഇവരെ ഓർപ്പിക്കുന്നത്. അങ്ങനെ ഓർപ്പിക്കുന്ന കൂട്ടത്തില് അതിന് 11-ാമത്തെ അധ്യായത്തില് 39-40 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടു വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചില്ല. അപ്പൊ ഹാബേൽ മുതലുള്ള സകല ഒരുപാട് ആളുകളെ ഇവിടെ വിശദീകരിച്ചതിന് ശേഷം അപ്പോസ്തലൻ പറയുന്നു, അവരെല്ലാവരും ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചവരാണ്, ദൈവത്താൽ അംഗീകാരം പ്രാപിച്ചവർ. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല എന്ന് പ്രത്യേകം എഴുതി, വാഗ്ദത്ത നിവൃത്തി. അപ്പൊ എന്താണ് ഈ വാഗ്ദത്തം? അപ്പൊ ആ വാഗ്ദത്തത്തിന് നിവൃത്തി ഇവർ പ്രാപിച്ചില്ല. അതിന്റെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്നും മുൻകരുതി. അപ്പൊ ഈ വാഗ്ദത്തം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രക്ഷാപൂർത്തിയാണ്. അപ്പൊ ഈ രക്ഷാപൂർത്തി അവർ പ്രാപിച്ചില്ല. അതെന്തുകൊണ്ട് പ്രാപിച്ചില്ല? അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടത് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതി. എന്താണ് ഈ രക്ഷാപൂർത്തി എന്ന് പറയുന്നത്? ഈ രക്ഷാപൂർത്തി എന്താണെന്ന് ഗ്രഹിച്ചാല് അവരത് പ്രാപിച്ചോ ഇല്ലയോ നമുക്ക് ഒന്നും കൂടെ ശക്തമായിട്ട് യെസ് ഓർ നോ ഉള്ള നിഗമനത്തിലെത്താൻ കഴിയത്തുള്ളൂ. രക്ഷാപൂർത്തി എന്ന് പറയുന്നത് നമ്മുടെ തേജസ്കരണമാണ്. നമ്മളിപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. ആ രക്ഷിക്കപ്പെടല് നമ്മളുടെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷിക്കപ്പെടലാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും, മനുഷ്യവർഗം മുഴുവനും നിത്യ നരകത്തിന് യോഗ്യരായിരുന്നു, നിത്യമായ മരണത്തിന് യോഗ്യരായിരുന്നു. എന്നാൽ ആ പാപം ഹേതുവായി, പാപത്തിന്റെ അനന്തരഫലമായ നിത്യമായ മരണത്തിന് എല്ലാ മനുഷ്യരും ഒരുപോലെ ഓഹരിക്കാരായിരുന്നു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ ദൈവം ഈ ഭൂമിയിൽ അയച്ച് യേശു ക്രിസ്തു പാപത്തിന്റെ പ്രായശ്ചിത്തം വരുത്തി പാപത്തിന്റെ ശിക്ഷ എല്ലാവർക്കും വേണ്ടി തൻ്റെ മേൽ ആക്കിയതുകൊണ്ട്, താൻ പാപത്തിന്റെ ശിക്ഷയായ മരണം അനുഭവിച്ചതുകൊണ്ട് ഇനിയിപ്പോ ഒരു മനുഷ്യൻ പോലും പാപത്തിന്റെ ശിക്ഷയായ നിത്യമായ മരണം അഥവാ നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം യേശു ക്രിസ്തു അത് ചുമന്നു ഒഴിച്ചു. അപ്പൊ അങ്ങനെ പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്നുള്ള വിടുതൽ അല്ലെങ്കിൽ ആ രക്ഷ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയെല്ലാം നമുക്ക് പകരമായി യേശു ക്രിസ്തു വഹിച്ചു എന്നുള്ള ആ വിശ്വാസത്താൽ ദൈവം നമ്മളെ, ആ വിശ്വാസത്തിന്റെ കാരണം കൊണ്ട് ദൈവം നമ്മളെ നീതീകരിച്ചു. അങ്ങനെ നമ്മൾ നീതിമാന്മാരായി തീർന്നു. എന്നാൽ നമ്മൾ
അതിന്റെ അടുത്ത പടിയായ വിശുദ്ധീകരണം എന്നൊരു പ്രോസസ് ഉണ്ട്. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ നീതീകരിക്കപ്പെട്ട സകല മനുഷ്യരും വിശുദ്ധീകരണം എന്നുള്ള ഒരു വഴിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ആ വിശുദ്ധീകരണത്തിന്റെ അന്തത്തിൽ തേജസ്കരണം എന്നുള്ള ഒരു പടി കൂടിയുണ്ട്. അപ്പൊ ആ തേജസ്കരണം എന്ന് പറയുന്ന ആ കാര്യമാണ് ഈ വാക്തത്വത്തിന്റെ നിവൃത്തി എന്ന് പറയുന്നത്. അപ്പൊ ആ തേജസ്കരണം ഇവർ പ്രാപിച്ചില്ല. ആ തേജസ്കരണം ഒരു വിധത്തിൽ പറഞ്ഞ നമ്മളും പ്രാപിച്ചില്ലല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. നമുക്ക് എന്നാൽ എബ്രായത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അപ്പം ദൈവം വിളിച്ചവരെ, ദൈവം മുൻ അറിവിനൊത്തവണ്ണം ദൈവം വിളിച്ചവരെ ദൈവം നീതീകരിച്ചു. ആ നീതീകരിച്ചവരെ ദൈവം തേജസ്കരിച്ചുമിരിക്കുന്നു. തേജസ്കരിക്കും എന്നുള്ള ഭാവി കാര്യമല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം അങ്ങനെയുള്ളവരെ ദൈവം തേജസ്കരിച്ചിരിക്കുന്നു. ഇപ്പൊ നമുക്ക് സംശയം തോന്നും, നമ്മളിപ്പോ ഈ ജഡ ശരീരത്തിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കും, ദൈവം നമ്മളെ തേജസ്കരിച്ചോ? ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവം നമ്മളെ തേജസ്കരിച്ചിരിക്കുന്നു. നമ്മള് ഈ മനുഷ്യനും ദൈവം തമ്മിലുള്ള വ്യത്യാസം പറയുന്നത്, മനുഷ്യൻ സമയത്തിന് അധീനനാണ്. അപ്പൊ ഈ ടൈമിന്റെ ഉള്ളിൽ നിന്ന് ആണ് മനുഷ്യൻ കാര്യങ്ങളെ നോക്കി കാണുന്നത്. എന്നാൽ ദൈവം സമയത്തിന് പുറത്തുള്ളവനായതുകൊണ്ട് ദൈവം കാര്യങ്ങളെ നോക്കിക്കാണുന്നത് മനുഷ്യൻ നോക്കിക്കാണുന്നതല്ല. മനുഷ്യൻ നോക്കിക്കാണുന്നത് എപ്പോഴും സമയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള കാര്യപരിപാടികൾ മാത്രമേ മനുഷ്യൻ അറിയത്തുള്ളൂ. സമയത്തിന്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളാണ് മനുഷ്യൻ അറിയുന്നത്. ദൈവം സമയത്തിന്റെ വെളിക്കുള്ള ആളായതുകൊണ്ട് ദൈവം നിത്യതയുടെ വെളിച്ചത്തിലാണ് കാര്യങ്ങളെ കാണുന്നത്. അങ്ങനെ ആ നിത്യതയുടെ വെളിച്ചത്തിൽ ദൈവരാജ്യത്തിൽ നിത്യതയിൽ എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ കാര്യപരിപാടി അവരിൽ ദൈവം പൂർത്തിയാക്കിയതാണ്. അപ്പൊ അങ്ങനെ പൂർത്തിയാക്കപ്പെട്ട ആളുകളുടെ നോക്കിയാണ് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അപ്പോൾ എപ്പോഴാണ് ദൈവം അങ്ങനെയുള്ളവരെ തേജസ്കരിച്ചത്, അല്ലെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരം തേജസ്കരിക്കപ്പെട്ടത് എപ്പോഴാണ്? ദൈവത്തിന് വരുന്നത് നാം കാണുന്നു. യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുക്രിസ്തു എന്ന ഒരു വ്യക്തി അല്ല ഉയർത്തെഴുന്നേറ്റത്. നേരെ മറിച്ച് എഫേസ്യരിൽ നമ്മൾ വായിക്കുന്നു, അവൻ നമ്മളെയും കൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റത്. കൊലോസ്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മളും ആ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെയും കൊണ്ടാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പം നമ്മളെയും കൊണ്ടാണ് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത്. നമ്മളും ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. അതെങ്ങനെ സാധിച്ചു എന്ന് ചിന്തിച്ചാൽ, യേശുക്രിസ്തുവിന്റെ ചരിത്രമാണ് യേശുക്രിസ്തുവിലുള്ള ഓരോ വ്യക്തികളുടെയും ചരിത്രം. അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ ഒരുവൻ ആയിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന് സംഭവിക്കുന്ന കാര്യമെല്ലാം ആ ക്രിസ്തുവിലുള്ള ഓരോരുത്തർക്കും അവരുടെയും അനുഭവമാണ്. യേശുക്രിസ്തു മരിച്ചപ്പോൾ ക്രിസ്തുവിലുള്ള ഓരോ മനുഷ്യനും യേശുക്രിസ്തുവിനോട് കൂടെ പാപത്തിന് മരിച്ചു. യേശുക്രിസ്തു അടക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിലുള്ള ഓരോ മനുഷ്യരും അടക്കപ്പെട്ടു യേശുക്രിസ്തുവിനോട് കൂടെ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുക്രിസ്തുവിനോട് കൂടെ യേശുക്രിസ്തുവിലുള്ള ഓരോ മനുഷ്യരും ഉയർത്തെഴുന്നേറ്റു. അത് ദൈവത്തിന്റെ മുമ്പിൽ നടന്നു കഴിഞ്ഞ ഒരു കാര്യം. ആ നടന്നു കഴിഞ്ഞ കാര്യത്തെയാണ് അങ്ങനെ നടക്കുന്ന കാര്യത്തെയാണ് എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രാവർത്തികമായിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയില്ല. എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്തു കഴിഞ്ഞ ഒരു കാര്യം, അത് തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് നമ്മൾ എബ്രായത്തിൽ വായിക്കുമ്പോൾ അത് മാറ്റമില്ലാത്ത സത്യമായ കാര്യത്തെ ദൈവം നമ്മളെ തേജസ്കരിച്ചിരിക്കുന്നു. അപ്പൊ ഈ ഒരു വാക്തത്വ നിവൃത്തി, അതായത് ഈ വാക്തത്വ നിവൃത്തി എന്ന് പറയുന്നത് ഞാൻ നമ്മൾ ചിന്തിച്ചു, അത് ഇതിന്റെ അന്ത്യത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വാക്തത്വം ദൈവം നമുക്ക് തന്നു. നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു, ഇതാകുന്നു ദൈവം അവൻ നമുക്ക് തന്ന വാക്തത്വം, നിത്യജീവൻ തന്നെ. അപ്പോ
ഒരു യേശുക്രിസ്തുവിലുള്ള ദൈവം പൂർത്തീകരിച്ച ഒരു നടപടിക്രമത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് ദൈവം നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിച്ച കാര്യം. ആ പൂർത്തീകരണം സംഭവിച്ചത് ടൈമിന്റെ ഉള്ളിൽ നിന്നല്ല, ടൈമിന്റെ ഉള്ളിലല്ല, ദൈവം സമയത്തിന്റെ പുറത്ത് നിന്ന് വീക്ഷിക്കുന്നത് കൊണ്ട് അത് നിത്യതയിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യം. അപ്പോൾ എന്ന് മാത്രമല്ല, നമ്മള് അപ്പോസ്തല 13-ാം അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പോസ്തല 13-ാം അധ്യായം അതിന് 32-ാമത്തെ വാക്യമാണ്. അപ്പോസ്തലൻ പൗലോസ് അവിടെ എബ്രായരോട്, യഹൂദന്മാരോട് പറയുന്ന ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിരിക്കുന്നു. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് അറിയും. അപ്പോസ്തലർ 13-ാം അധ്യായത്തിന് 32-ാമത്തെ വാക്യമാണ്. അപ്പൊ ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം, ആ വാഗ്ദത്തം മക്കൾക്ക് ദൈവം നിവർത്തി. വാഗ്ദത്തം പിതാക്കന്മാരോട് ചെയ്തു, പക്ഷെ ആ പിതാക്കന്മാർക്ക് പിതാക്കന്മാരോട് ആ നിവർത്തി ചെയ്തില്ല. ആ നിവർത്തി അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ ആ നിവർത്തിയിൽ എത്തിയില്ല. എന്നാൽ ആ ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം എന്തോ, ആ വാഗ്ദത്തം ദൈവം യേശു ക്രിസ്തുവിലാണ് നിവർത്തിച്ചത്. അത് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചത് വഴിയാണ് ദൈവം നിവർത്തിച്ചത്. അപ്പൊ യേശു ക്രിസ്തുവിനെ അങ്ങനെ ഉയർപ്പിച്ചത് എന്ന് പറയുന്ന ആ തേജസ്കരണം ദൈവ മക്കളാകുന്ന യേശു ക്രിസ്തുവിലുള്ള ഓരോരുത്തരുടെ ജീവിതത്തിൽ സാധിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് നമ്മുടെ ഈ ഭാഗത്തൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചു, എബ്രായർ 11-ന്റെ 39-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, അവരെല്ലാവരും സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരുന്നു. ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത്, അവരെക്കാൾ നല്ലത് ദൈവം നമുക്ക് വേണ്ടി മുൻകരുതിയിരുന്നു. ആ മുൻകരുതിയിരുന്നത് എന്താണ്? ആ മുൻകരുതിയിരുന്നത് ഈ ലോകത്തിലുള്ള യാതൊരു സംഭവമല്ല, സംഗതിയല്ല, കാര്യങ്ങളല്ല. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഭൗതികമായ യാതൊരു കാര്യങ്ങളല്ല. നേരെ മറിച്ച് അത് ദൈവം ആത്മീയമായി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളാണ്. അപ്പോൾ അങ്ങനെ ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരുന്നു. നമുക്ക് വേണ്ടി ദൈവം മുൻകരുതിയിരുന്ന ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അത് ക്രിസ്തുവിനെയാണ്. നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ദൈവജ്ഞാനവും ദൈവമർമ്മമായ ക്രിസ്തു. അത് ആ ക്രിസ്തുവിനെ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അത് അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ദൈവജ്ഞാനവും ദൈവമർമ്മമായ ക്രിസ്തു. ആ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി, അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കും. അപ്പൊ ദൈവം ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മളുടെ തേജസ്സിനായി മുന്നൊരുക്കിയിരുന്നതും മറഞ്ഞിരുന്നതുമായ ഒരു ജ്ഞാനം, അത് ആണ് അപ്പോസ്തലന്മാർ മർമ്മമായി പ്രസ്താവിച്ചത്. ആ മർമ്മം ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കത്തില്ലായിരുന്നു. ആ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം എന്നുള്ള കാര്യമാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അപ്പൊ അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. എന്നാൽ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചിരുന്ന കാര്യമാണത്. അത് ക്രിസ്തു തന്നെയാണ്. അപ്പൊ ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും നല്ല ദൈവം നമുക്ക് വേണ്ടി മുൻകരുതിയിരുന്നു. അത് ക്രിസ്തുവിനാണ് ദൈവം നമുക്ക് വേണ്ടി മുൻകരുതിയിരുന്നത്. ഇത് എബ്രായ ക്രിസ്ത്യാനികളോട് ഈ കാര്യങ്ങളെല്ലാം അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞിട്ട്, ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരുന്നു പറഞ്ഞിട്ട് 12-ാമത്തെ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആകയാൽ നാം, അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ ഇങ്ങനെ പറയുന്നു, ആകയാൽ നാമും എന്ന് പറയുമ്പോൾ താൻ അടക്കം അല്ലെങ്കിൽ നമ്മളടക്കം എന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അവിടെ അവരോട് പറയുമ്പോൾ എന്നാൽ നിങ്ങളും എന്നുള്ള വാക്കായിട്ട് ഉപയോഗിക്കരുത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ആകയാൽ നാമും, ഞാനടക്കം നമ്മളെല്ലാവരും, ആകയാൽ നാമും, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, ഈ ഹാബേൽ മുതലുള്ള അനേക ആളുകളെ കുറിച്ച് പറഞ്ഞിട്ട് അവരെല്ലാവരും സാക്ഷികളായി നമ്മുടെ ചുറ്റും നിൽക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്.
നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ ഈ ആളുകളുടെ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു നേരിയ ശതമാനം കാര്യങ്ങൾ പോലും നമ്മളുടെ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അവിടെ എഴുതിയിരിക്കുന്നു, ആദ്യ ഭാഗത്ത് ആദ്യ ഭാഗത്ത് നമ്മൾ പഠിച്ചു, സ്വർഗത്തിൽ തങ്ങൾക്ക് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അവർ സമ്പത്തിന്റെ അവകാരം സന്തോഷത്തോടെ സഹിച്ചു. അപ്പൊ അങ്ങനെ സമ്പത്തിന്റെ അവകാരം സന്തോഷത്തോടെ സഹിക്കാൻ ഇടയായ എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഈ കേൾക്കുന്നവരിൽ അല്ലെ ചിന്തിക്കുന്നവരിലുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവര് സ്വർഗത്തിൽ തങ്ങൾക്ക് ഉത്തമ സമ്പത്ത് ഉണ്ട് എന്ന ആ കാര്യത്താൽ തങ്ങളുടെ ഈ ലോകത്തിലെ സമ്പത്തിന്റെ അപകാരം സന്തോഷത്തോടെ സഹിച്ചു. ഈ ലോകത്തിന് സമ്പത്തിന്റെ അപകാരം സഹിക്കുന്നവരുണ്ട്. ഒരു കള്ളൻ കയറി നമ്മുടെ വീട്ടിൽ നിന്ന് കുറെ പണം മോഷ്ടിച്ചുകൊണ്ട് പോയി, അത് ഒരു പക്ഷേ നമ്മൾ സഹിക്കേണ്ടി വരും, നമ്മൾ സഹിക്കുന്നവരായിരിക്കും. എന്നാൽ അത് സന്തോഷത്തോടെ സഹിച്ചവരാണ്. കള്ളൻ നമ്മുടെ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ വെച്ചിരുന്ന 50,000 രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ നേഴ്സിംഗിന് വെച്ചിരുന്ന 2 ലക്ഷം രൂപ നമ്മൾ കുറേ കിടത്തുമ്പോൾ കള്ളൻ വന്ന് എടുത്തുകൊണ്ട് പോയി അല്ലെങ്കിൽ ആരെങ്കിലും ബലാത്കാരേണ നമ്മൾ ക്രിസ്ത്യാനിയായി എന്ന കാരണത്തിന്റെ പേരിൽ നമ്മുടെ വീട്ടിൽ വന്ന് ബലമായിട്ട് എടുത്തുകൊണ്ട് പോയി. അങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് നമ്മൾ സന്തോഷത്തോടെ സഹിച്ചവർ എത്ര പേരുണ്ടെന്നുള്ളതാണ് നമ്മുടെ വിചിന്തനമായ കാര്യം. അത് സന്തോഷത്തോടെ ആണോ സഹിച്ചത്? എന്നാൽ ഇവരെ സംബന്ധിച്ച് അവർ സന്തോഷത്തോടെ സഹിച്ചവരാ. അങ്ങനെ അനേക കാര്യങ്ങൾ ഇവിടെ നമ്മൾ അവസാനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടു, ജടയാടുകളെയും കോലാടുകളെയും തോൽ ധരിച്ചു, തീർച്ചവാളാൽ അറുക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, പാറകളുടെ പിളർപ്പിൽ ഉഴന്ന് നടന്നു. അത് ഈ പാറകളുടെ പിളർപ്പിൽ ഉഴന്ന് നടന്നവരും ഈ മലകളിലും പാറകളിലും ഒക്കെ ഇങ്ങനെ നടന്ന് കഷ്ടപ്പെട്ട് ജീവിച്ചവരും നടന്നവരും ഈ ലോകത്തിൽ യാതൊരു സാധ്യതകളും സമ്പത്തോ ഒരു നിവൃത്തിയില്ലാത്തവരായിരുന്നില്ല. ആ കാലത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഒരു കാര്യം, അന്ന് ഒരുവൻ ക്രിസ്ത്യാനിയാകുക എന്ന് പറഞ്ഞാൽ അത് രാജ്യദ്രോഹ കുറ്റമായിരുന്നു. ഒരുവൻ ക്രിസ്ത്യാനിയാകുന്ന രാജ്യദ്രോഹ കുറ്റമാണ്. അപ്പൊ രാജ്യദ്രോഹ കുറ്റം ഇന്നും നമ്മുടെ ഇന്ത്യയിലെ രാജ്യദ്രോഹ കുറ്റം കുറ്റവാളിയായി അത് അവനെ പിടിക്കപ്പെട്ട് അവനത് തെളിയിക്കപ്പെട്ടാൽ അവന്റെ സ്വത്തുക്കളെല്ലാം ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടും. നമുക്കറിയാവുന്ന കാര്യമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ അന്ന് ഒരുവൻ ക്രിസ്ത്യാനിയായാൽ അവൻ രാജ്യദ്രോഹം ചെയ്യുന്നത് കൊണ്ട്, രാജ്യദ്രോഹ കുറ്റമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് അവന്റെ സ്വത്തുക്കളെല്ലാം ഗവൺമെന്റ് കണ്ടുകെട്ടുമായിരുന്നു. എന്നിട്ട് അവരെ വെറും കൈയോടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവരിതെല്ലാം സന്തോഷത്തോടെ സഹിച്ചവരാ. ഇങ്ങനെയുള്ള ഒരു കൂട്ടരെ ഈ എബ്രായ ക്രിസ്ത്യാനികളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യണം? അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളും നമ്മളും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഈ ഓട്ടത്തിന് സ്ഥിരത വേണം. ഓട്ടത്തിന്റെ സ്ഥിരതയാണ് നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ സ്ഥിരത എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മുമ്പിലും ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഓട്ടം സ്ഥിരതയോടെ നമുക്ക് ഓടണമെങ്കിൽ നമ്മൾ ഈ ആളുകളെ നോക്കി ഓട് എന്നല്ല അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഈ ഓട്ടം ഓടി തികച്ചവരെ നോക്കാനല്ല. ഇവരെല്ലാം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടുത്ത വാക്യം 12-ാം അധ്യായത്തിന്റെ അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത്, നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ട സ്ഥിരതയോടെ ഓടുക. അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നതിനായി യേശുവിനെ നോക്കുക. ഈ ഹാബേൽ മുതലുള്ള ആരെയും നിങ്ങൾ നോക്കാനല്ല അപ്പോസ്തലൻ പറയുന്നത്. നമുക്ക് നോക്കാൻ ഒറ്റ ഒരുത്തനേ ഉള്ളൂ. നമുക്ക് മാതൃകയാകും. ഇവരെല്ലാം നമുക്ക് അനുകരിക്കാൻ അനേക ഗുണങ്ങളുള്ള അനേക ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തി അപ്പോസ്തലൻ. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഇവരിൽ ആരെയെങ്കിലും നോക്കി, നിങ്ങൾ ദാവീദിനെ നോക്കി ഓട്, അല്ലെ ഹാബേലിനെ നോക്കി ഓട്, അല്ലെ ഇത്താഹിനെ നോക്കി ഓട്, ശിംശോനെ നോക്കി ഓട്, അല്ലെങ്കിൽ ഇസ്രായേലിനെ വിടുവിച്ചുകൊണ്ടത് മോശയെ നോക്കി ഓട്. ഇതൊന്നും അല്ല പറയുന്നത്. ഇവരെല്ലാം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിട്ട് അപ്പോസ്തലൻ പറയുന്നു, നമ്മൾ ഓടേണ്ടത് ആരെ നോക്കി ഓടണം? ഈ പറയപ്പെട്ട ആരെയും നോക്കി ഓടാനല്ല പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കി ഓടുക.
ഈ പറയപ്പെട്ട ആർക്കും ഈ പൂർത്തി വരുത്താൻ കഴിഞ്ഞിട്ടില്ല. അവരവരുടെ കാര്യങ്ങൾ അവരവർക്ക് ദൈവം കൊടുത്തിരുന്നതായ ആ പ്രവൃത്തി അവർ തികച്ചു. അവർ തിരിശയിലേക്ക് അപ്പുറത്തേക്ക് കടന്നുപോയി. അല്ല, യേശു അങ്ങനല്ല. യേശു തന്റെ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഈ ഭൂമിയിൽ അയച്ചിരുന്നത്, അത് മനുഷ്യവർഗത്തിന്റെ രക്ഷ എന്നുള്ളതായിരുന്നു. അത് യേശു ക്രിസ്തു 100% പൂർത്തീകരിച്ചതിന് ശേഷം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു തന്നെ ഉയർത്തെഴുന്നേറ്റെന്നല്ല, നമ്മളെയും കൊണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് കയറി. അപ്പൊ ആ യേശുവിനെ ഇവിടെ എഴുതിയിരിക്കുന്നു, തന്റെ മുമ്പിൽ വെച്ചിരുന്ന വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്ന യേശുവിനെ നോക്കുക. എന്തുകൊണ്ടാണ് നാം യേശുവിനെ നോക്കുക എന്ന് അപ്പോസ്തലൻ എബ്രായ ക്രിസ്ത്യാനികളോട് പറയുന്നു. അപ്പോൾ തന്നെ നമ്മളോടും പറയും, എന്തുകൊണ്ട് നിങ്ങൾ യേശുവിനെ നോക്കണം? യേശുവിനെ നോക്കുക എന്നതിന്റെ കാരണം എഴുതിയിരിക്കുന്നു, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അപ്പോ യേശുക്രിസ്തു ഈ ക്രൂശിനെ സഹിക്കാൻ ഉണ്ടായ കാരണം, യേശുക്രിസ്തു ക്രൂശി സഹിച്ചത് എന്തുകൊണ്ടാണ്? പിതാവ് തന്നിൽ ഈ കാര്യം പരമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് യാതൊരു ഒഴിവഴിവുമില്ല, ഇനി എനിക്ക് മാറാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഈ ക്രൂശ് സഹിക്കുക എന്നുള്ളതല്ല. പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിൽ യേശുക്രിസ്തു സന്തോഷമുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. അപ്പോൾ തന്നെ ആ പിതാവിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് കേവലം ഒരു ക്രൂശ് സഹിക്കുക എന്നുള്ളതല്ലായിരുന്നു. എന്നാൽ ആ ക്രൂശ് സഹിക്കുന്നത് വഴി എന്താണ് യേശുക്രിസ്തു കണ്ട സന്തോഷം? ആ യേശുക്രിസ്തു കണ്ട സന്തോഷം നിത്യമായ നരകത്തിലേക്ക് നടന്ന് നീങ്ങുന്ന അനേക മനുഷ്യർ, അല്ല മുഴുവൻ മനുഷ്യർ, നിത്യമായ നരകത്തിലേക്ക് നടന്ന് നീങ്ങുന്ന മനുഷ്യവർഗ മുഴുവനും, ആദാം മുതലുള്ള സകല മുഴുവൻ മനുഷ്യരും, ആ മുഴുവൻ മനുഷ്യരെയും തന്റെ യാഗത്താൽ രക്ഷിക്കുന്നു എന്നുള്ള രക്ഷയുടെ വഴി തുറക്കുന്നു എന്നുള്ളതായിരുന്നു ആ സന്തോഷം. എന്നാൽ നിർഭാഗ്യവശാൽ യേശുക്രിസ്തു അങ്ങനെ വഴി തുറന്നു, അങ്ങനെ കാര്യം സാധ്യമാക്കി, സഫലമാക്കിയെങ്കിലും അത് അനേക ബഹുഭൂരിപക്ഷം ആളുകളും അത് തള്ളിക്കളയുന്നവരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ പോലും നരകത്തിൽ നിത്യമായ നാശത്തിൽ പതിക്കരുത് എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ ദൈവിക പദ്ധതി എന്ന് പറയുന്നത്, യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ എന്ന് പറയുന്നത് കുറച്ചു പേർക്ക് വേണ്ടി ദൈവം പരിമിതപ്പെടുത്തിയ ഒരു കാര്യമല്ല. നേരെ മറിച്ച് ആരും നശിച്ചു പോകാം, ലോകത്തിൽ മനുഷ്യനായി ജനിക്കുന്ന ഒറ്റ മനുഷ്യൻ പോലും നിത്യനരകത്തിൽ പോകാതെ വണ്ണം, ആരും നശിച്ചു പോകാതെ വണ്ണം എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴമുണ്ടാകും, ആരും നശിച്ചു പോകരുത്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ യേശുക്രിസ്തുവിന്റെ യാഗത്തിൽ വിശ്വസിക്കാത്ത, യേശുക്രിസ്തു വരുത്തിയ ആ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിൽ വിശ്വസിക്കാത്തവർ എല്ലാവരും നരകത്തിലാണ് പോകുന്നത്. നരകത്തിൽ പോകുന്നത് ആരും പാപം ചെയ്തത് കൊണ്ടല്ല, നേരെ മറിച്ച് പാപത്തിന്റെ പ്രായശ്ചിത്തം ആയ യേശുക്രിസ്തുവിനെ പരസ്യമായി ദൈവം നിർത്തിയിട്ടും ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഏത് മനുഷ്യനും നരകത്തിൽ അവസാനിക്കേണ്ടി വരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ നരകത്തിൽ അവസാനിക്കേണ്ട മനുഷ്യനെ നിത്യമായ ജീവനിലേക്ക് നടത്തപ്പെടുന്ന ദൈവരാജ്യത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു സംവിധാനം യേശുക്രിസ്തു വളരെ സന്തോഷത്തോടെ ആ ക്രൂശിലെ മരണം കൊണ്ട് അനുഭവിക്കാനുള്ള കാരണം, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഇതാണ്. സകല മനുഷ്യരും ദൈവരാജ്യത്തിൽ എത്തിപ്പെടാൻ സാധ്യതയുണ്ടല്ലോ എന്നുള്ള ആ സന്തോഷമാണ് തന്നെ ക്രൂശ് ചുമപ്പാൻ, ക്രൂശിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഇടയാക്കിയ സംഭവം. അങ്ങനെ തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം എന്ന് പറയുന്നത് സകല മനുഷ്യരെ രക്ഷിക്കുക എന്നുള്ള സന്തോഷമായിരുന്നു, രക്ഷിക്കപ്പെടുക എന്നുള്ള സന്തോഷം. ആ തന്റെ മുമ്പിൽ വെച്ച സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. നമ്മൾ ഈ എബ്രായരുടെ ഈ വിശ്വാസവീരന്മാരുടെ പട്ടിക പഠിച്ചപ്പോൾ നമ്മൾ വായിച്ചപ്പോൾ കാണുന്നു, അനേകര് പല വിധത്തിലായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് മാത്രം, നിന്ദകളും പരിഹാസം ചമ്മട്ടിയും എല്ലാം അനുഭവിച്ച അനേകരെ അപ്പൊ പരിചയപ്പെടുത്തുണ്ടായി. ഇവിടെ യേശു
തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി. നമുക്കറിയാമല്ലോ, യേശു ക്രിസ്തു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്, രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. അങ്ങനെ രാജാതി രാജാവും കർത്താതി കർത്താവും ആയിരിക്കുന്ന ഈ യേശുവിന്റെ തലയിൽ മുള്ളുകൊണ്ട് ഒരു കിരീടം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കയ്യിൽ ഒരു ചാങ്ങണി കൊടുത്തിട്ട് ഒരു ശുഭ്രവസ്ത്രം ധരിപ്പിച്ചിട്ട് ആ പട്ടാളക്കാര് യേശുവിന്റെ മുമ്പിൽ നിന്ന് രാജാവെ ജയ ജയ ആർത്തി വിളിക്കുണ്ടായി. അപ്പോ അത്രമാത്രം നികൃഷ്ടമായ രീതിയിൽ ഈ നിന്ദിക്കപ്പെട്ടു യേശു ക്രിസ്തു എന്ന് നമ്മൾ കാണുന്നു. ആ യേശുവിനെ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ, നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണവും മടുപ്പും ഇപ്പൊ വന്നിട്ടുണ്ട്. എന്താ കാരണം? നിങ്ങൾ ഈ യേശു ക്രിസ്തുവിന്റെ മാർഗത്തിൽ പോകാൻ നിങ്ങൾ മനസ്സ് വെച്ചിരിക്കുന്നത് കൊണ്ട് എബ്രായരിൽ നിന്ന്, അഥവാ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കുന്ന, അതിനുവേണ്ടി നിങ്ങളെ നിർബന്ധിക്കുന്ന പുരോഹിതന്മാരിൽ നിന്ന്, ന്യായശാസ്ത്രിമാരിൽ നിന്ന് അല്ല, മുഴുവൻ ഇസ്രായേലിൽ നിന്നും നിങ്ങളിപ്പോ ഏൽക്കുന്ന ഈ നിന്ദകളും പരിഹാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾ ഈ യേശുവിനെ നോക്കണം, യേശുവിനെ ഓർക്കണം. യേശുവിനെ നോക്കുമ്പോൾ തന്റെ മുമ്പിൽ വെച്ചിരുന്ന അവമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്ത് നിങ്ങളൊന്ന് ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാപിലാൻ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിക്കുന്നതിനെ ധ്യാനിച്ചു. ഇപ്പൊ ഈ യേശു ക്രിസ്തുവിനെ മാത്രം ധ്യാനിച്ചാൽ മാത്രമേ നമ്മുടെ ഉള്ളിലെ ക്ഷീണവും മടുപ്പും മാറിപ്പോകത്തുള്ളൂ. അത് ദാവീദിന്റെ കാര്യം ഓർത്താലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിശ്വാസവീരന്മാരുടെ കാര്യം ആണ് നമ്മൾ ഓർക്കുന്നതെങ്കിൽ, നമ്മൾ കാണുന്നതെങ്കിൽ, നമ്മുടെ മുമ്പിൽ ഉള്ളതെങ്കിൽ നമുക്ക് ക്ഷീണവും മടുപ്പും വരാൻ ഒത്തിരി സാധ്യതയുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിനെ മാത്രമാണ് നാം ധ്യാനിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാവിളാൻ തനിക്ക് നേരത്തെ ഇങ്ങനെയുള്ള വ്യവസായിച്ചതിനെ ധ്യാനിച്ചോളൂ. എന്നിട്ട് പറയുന്നു, ക്ഷീണിച്ച് മടുക്കാൻ ഇങ്ങനെയുള്ളവരെ ധ്യാനിച്ചോളൂ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തില്ലല്ലോ. പാപത്തോടുള്ള പോരാട്ടത്തില് ജീവൻ വെടിയേണ്ടി വന്നാലും പാപം ചെയ്യുന്നതിനേക്കാൾ ജീവൻ വെടിയുന്നതാണ് നല്ലത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നാം എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എടുത്തിട്ടില്ല. എന്നിട്ട് പറയുന്നു, എതിർത്തിട്ടില്ലല്ലോ. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ വിഷയമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ഒക്കെയും താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു. അപ്പൊ ഇവിടെ അപ്പോസ്തലൻ ഇവരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളിപ്പോ അനുഭവിക്കുന്ന ഈ കാര്യങ്ങള് ഒരു ബാലശിക്ഷയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബാലശിക്ഷ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ട് ശിക്ഷിക്കപ്പെടുന്നതല്ല, നേരെ മറിച്ച് നേരായ വഴിയിൽ പോകുന്നതിന് വേണ്ടി അവരെ ശിക്ഷിക്കുന്നു എന്നുള്ളതാണ്. രണ്ടു വിധത്തിലുള്ള ശിക്ഷ നമുക്കറിയാം. ഒന്ന്, കുറ്റം ചെയ്തതിന് ശേഷം ശിക്ഷിക്കുന്നുണ്ട്. എന്നാൽ കുറ്റം ചെയ്യാതെ തന്നെ നേരായ വഴിയിൽ പോകുന്നതിന് വേണ്ടി അവരെ ഉപദേശിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങള് കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ വിഷയം വരുന്നു. എന്താ കാരണം? കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ഒക്കെയും ശിക്ഷിക്കുന്നു. പലപ്പോഴും നമുക്കിത് അംഗീകരിക്കാൻ പ്രയാസമായിട്ടുള്ള തോന്നുന്നൊരു കാര്യമാണ്. കർത്താവ് സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുമോ? കർത്താവ് താൻ സ്നേഹിക്കുന്നു, കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് ഇന്നത്തെ ലോകത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവ് ഈ ലോകത്തിലെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വളരെ സന്തോഷവും സുഗമമായ ഒരു ജീവിത രീതിയായിരിക്കും. എൻ്റെ ഹൃദയത്തിലെ താല്പര്യങ്ങളെല്ലാം സാധിക്കും. ഞാൻ എന്തെല്ലാം ആഗ്രഹിക്കുന്നു, ഞാൻ വലിയ വീട് ആഗ്രഹിക്കുന്നു, വലിയ കാർ ആഗ്രഹിക്കുന്നു, വലിയ പൊസിഷൻ ആഗ്രഹിക്കുന്നു, എൻ്റെ മക്കളെ കുറിച്ചുള്ള എൻ്റെ സ്വപ്നങ്ങൾ വലിയ സ്വപ്നങ്ങളാണ്, ഇതെല്ലാം സാധിപ്പിച്ചു തരും, സാധ്യമാകും. അപ്പൊ അങ്ങനെ ഇതെല്ലാം സാധ്യമാകുന്നുവെങ്കിൽ ഞാൻ കണക്കാക്കുന്നത് ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുന്നുവെന്നും
ഇതൊക്കെ ഇതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ്, നന്മയാണെന്നും ഒക്കെയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നതും തെറ്റായി ധരിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെ അല്ല സത്യം എന്നുള്ളത് ദൈവത്തിന്റെ വചനം നാം കാണുന്നു. അങ്ങനെ ഒരു മനുഷ്യന് എന്തെങ്കിലും തെറ്റില് അകപ്പെടുകയോ അല്ലെങ്കിൽ അവൻ അങ്ങനെ ആയിപ്പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം അവനെ കൈവിട്ട് കളഞ്ഞു എന്നുള്ളതാണ് എന്ന് തെറ്റായ ഒരു വ്യാഖ്യാനം ഈ കാലത്ത് സംഭവിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. നമുക്ക് ഈ കാര്യത്തിന്റെ ബാക്കി കാര്യങ്ങൾ ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ.